നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇവളുടെ തുള്ളൽ കണ്ടാൽ അറിയാലോ എന്താണ് പരിപാടി എന്നുള്ളത്. അതെ, ഈ പിള്ളേരുടെ സ്കൂളിൽ ഇന്ന് ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ. അതായത് 21-ാം തീയതി. അപ്പൊ ഇന്നത്തോടുകൂടെ സ്കൂളൊക്കെ അടച്ചു. ഇനി 10 ദിവസം സ്വാഹ. അപ്പോൾ രാവിലെ തന്നെ ഇവൾ ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ആയിരുന്നില്ല കേട്ടോ ഞാൻ ഓണപരിപാടിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്. പക്ഷെ ഇവൾ പെട്ടെന്ന് തലേദിവസം കാല് മാറി ഈ ഒരു ഡ്രസ്സാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഈ ഒരു ഡ്രസ്സ് റെഡിമെയ്ഡ് ആയിരുന്നു. പക്ഷെ ഇവളുടെ ഷേപ്പിനനുസരിച്ചിട്ടായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അത് ചെറുതാക്കാന്ന് വിചാരിച്ചതാണ്. കാരണം ഈ പട്ടുപാവാടയൊക്കെ ഈ പരിപാടിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരത് അങ്ങോട്ട് യൂസ് ചെയ്യില്ലല്ലോ. അപ്പം ഞാനിതിപ്പോൾ ഇതെടുക്കൽ കുറച്ചിട്ടുണ്ട്. ആദ്യം എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ പട്ടുപാവാടയിൽ തന്നെയായിരുന്നു. ഇപ്പം ഞാനത് വാങ്ങിക്കുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരുക്കുകയാണ്. ഇപ്പം കണ്ണെഴുതുന്നതും അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഓൾക്കുള്ളതായിട്ടുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയി. പിന്നെ ഒന്നാമത് ഇവിടെ വികി ഉള്ളത് കൊണ്ട് വികി എന്താണോ ചെയ്യുന്നത് അതിൻ്റെ പിറകെയാണ് കേട്ടോ ഓളിപ്പം നടക്കുന്നത്. പക്ഷെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ കണ്ണിൻ്റെ മേലേക്ക് കുറച്ച് വലുപ്പത്തിൽ എഴുതുന്നതും പൊട്ട് തൊടുന്നതൊക്കെ. ഇവളുടെയൊക്കെ പൊട്ടൊന്ന് കാണണമെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ട രീതിയാണ്. അപ്പോൾ ഓരോരോ ഇഷ്ടങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മുല്ല ഇങ്ങനെ വെക്കണം, മുടി ഇങ്ങനെ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മുടി അത്രയൊന്നും ഇല്ലല്ലോ, മുടിയും നല്ലോണം ഒന്ന് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട്. അതുമല്ല ഇവളുടെ മുടി ഒരു സിൽക്ക് പോലത്തെ മുടിയാണ്. നമുക്ക് ഹെയർ പിന്നൊന്നും കുത്തിയാൽ അവിടെ ഏക്കാത്തൊരു മുടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മുടിയാണ്. പക്ഷേ ഈ മുടി നമുക്ക് അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ ഇത് കെട്ടിവെക്കുക എന്നുള്ളത് ഇത്തിരി പാടാണ്. നനഞ്ഞു കഴിഞ്ഞാൽ കെട്ടിവെക്കാൻ പറ്റും. പക്ഷെ അത് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് അത് ലൂസായി പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ മുടി കെട്ടി നോക്കുന്നത്. അപ്പോൾ ഇവിടെ കെട്ടുന്നതിന് മുന്നേ പറഞ്ഞു അമ്മ ഇതെനിക്ക് ഇഷ്ടമാവില്ല, ഇത് ചേരില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കെട്ടിയപ്പോൾ ഓക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. അപ്പം ഞാനും നോക്കുന്നുണ്ട്. മുടി കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തന്നെയാണ് ഈ മുടി മുറിക്കുന്നതിൻ്റെ മെയിൻ ആൾക്കാർ. ഇപ്പോഴേ നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി വെട്ടൂല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ മുടി കെട്ടിക്കൊടുത്ത് ഈ പെൺകുട്ടികൾ വേണമെന്ന് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അല്ലേ. നമുക്കിങ്ങനെ ഒരുക്കി വിടാനുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ അത്. എനിക്കതുകൊണ്ട് സാൻവിയിൽ അത് ചെയ്യാൻ പറ്റി. അങ്ങനെ മുല്ലപ്പൂ അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏതൊരു രീതിയിൽ മുല്ലപ്പൂ വെച്ച് മുല്ലയാണെങ്കിൽ ഒരു മുഴത്തിന് 70 രൂപയാണ് കേട്ടോ. ഞാൻ 70 രൂപക്കൊന്നും വാങ്ങിയില്ല, 50 രൂപക്ക് വാങ്ങി. പിന്നെ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. 50 രൂപക്ക് ആദ്യമൊക്കെ ഒരു മുഴത്തിന് 20ഉം 10ഉം ഒക്കെ ആയിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു മക്കളെ. പിന്നെ ഇവളാണെങ്കിൽ ഇന്നലെ ടൗണിൽ പോയപ്പോൾ കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരോ പുതിയ പുതിയ ആഗ്രഹങ്ങളാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഓരോന്ന് വന്ന് പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ കമ്മലൊക്കെ ഇട്ടെടുത്ത് ഓളെ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ അടുത്ത കുറച്ച് ടീംസുകളാണ് കേട്ടോ ഇത്. വികിയും വികിൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. ഇവരെന്തോ വീഡിയോയിൽ അധികം നേരം നിന്നിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഇവരങ്ങോട്ട് പോയി. അപ്പോൾ വികിനെ മുഴുവനായിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ വികിൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഭവീഷിൻ്റെ അടുത്ത് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ ഓട്ടോ വന്ന് അവരെയൊക്കെ കൊണ്ടുപോയി. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ലാലോടിന് പനിയായിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ വീഡിയോ ഒന്നും എടുക്കേണ്ട മൂഡായിരുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷമായപ്പോൾ ഞാനും സാൻവിയും കൂടെ ഒന്ന് ടൗണിലേക്ക് പോയി. കാരണം സാൻവിക്കൊരു ഡ്രസ്സ് എടുത്തിട്ടില്ല, ഓണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ച്. കാരണം ഈ പിള്ളേർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ അവൾക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇത് കൊണ്ടാണ് അവൾക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമുക്കൊക്കെ ഓണത്തിനൊരു ഡ്രസ്സ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നില്ലേ. ഇപ്പോഴത്തെ മക്കൾക്ക് പിന്നെ എല്ലാ പരിപാടിക്കും ഡ്രസ്സ് കിട്ടുന്നതിനെ കൊണ്ട് അതിൽ വലിയ പുത്തരി ഇല്ലാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് സാധിക്കാത്തത് നമ്മളുടെ മക്കൾക്ക് സാധിക്കണം എന്നുള്ളൊരാഗ്രഹത്താൽ പോയതാണ്. വലിയ റേറ്റിൻ്റെ ഡ്രസ്സൊന്നും അല്ല, ഒരു നോർമൽ റേറ്റിലുള്ള ഒരു ഡ്രസ്സ് അത്രയേ ഉള്ളൂ. നേരെ പോയത് സൂര്യയിലേക്കാണ്. എൻ്റെ മക്കളെ വമ്പിച്ച് തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല.